ഓക്കെ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. ടി വി പ്രസാദ് കൂടി നമുക്കൊപ്പം ചേരുന്നു. ടി വി പ്രസാദ്, ഒടുവിൽ പഴിയെല്ലാം ഇപ്പോൾ ജീവനോടില്ലാത്ത പ്രയാർ ഗോപാലകൃഷ്ണന്റെ മുകളിലേക്ക് വെച്ചൊഴിയാനാണോ നേതാക്കൾ ശ്രമിക്കുന്നത്? അരുൺ, ഇവരുടെ വർത്തമാനം കേൾക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നുന്നത് എന്നതാണ്. ആന്റോ ആന്റണിക്ക് കാര്യമായ ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇല്ല എന്നുള്ളതാണ് ആന്റോ ആന്റണി പറയുന്നത്. അത് നമുക്കിപ്പോൾ വിശ്വസിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും തമ്മിലുള്ള ബന്ധത്തിനുള്ള തെളിവ് കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടതാണ്. നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന്. അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രനും പോറ്റിയും ഏതാണ്ട് അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിയിക്കാനുള്ള അത്യാവശ്യം എവിഡൻസുകൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ നിലവിൽ നമുക്ക് ആന്റോ ആന്റണി പറയുന്നത് വിശ്വസിക്കാൻ മാത്രമേ വഴിയുള്ളൂ. കാരണം സോണിയാഗാന്ധിക്കൊപ്പം അവിടെ നിൽക്കുന്ന ഒരു ഫോട്ടോ മാത്രമാണ് നിലവിൽ പുറത്തു വന്നത്. ആന്റോ ആന്റണി പറയുന്നത് തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയുകയില്ല, ആ സമയത്ത് കണ്ടതാണ് എന്നുള്ളതാണ് ആന്റോ ആന്റണി പറയുന്നത്. പക്ഷേ എന്നിട്ടും ഈ ഫോട്ടോ വിവാദമായിട്ട് നാളേറെയായി. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലടക്കം ഈ ഫോട്ടോയെക്കുറിച്ച് പറഞ്ഞു. മാത്രവുമല്ല LDFിൻ്റെ CPIMൻ്റെ പ്രധാനപ്പെട്ട പ്രതിരോധം എന്നുള്ളത് സോണിയാഗാന്ധിക്കെതിരായിട്ടുള്ള ഈ ഒരു നീക്കമാണ്. സോണിയാഗാന്ധിക്കെതിരായ ഈ നീക്കമാണ് പ്രധാനമായും CPIM മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്ര ദിവസമായിട്ടും ആന്റോ ആന്റണി ഇതിനെക്കുറിച്ച് പ്രതികരിച്ചില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്നലെ തന്നെ നമ്മുടെ പ്രതിനിധി പ്രവീൺ അങ്ങോട്ടേക്ക് സംസാരിച്ചിട്ടാണ് ഇത് സംബന്ധിച്ചുള്ളൊരു വിശദീകരണം MPയിൽ നിന്ന് എടുക്കുകയും ചെയ്തത്. പക്ഷേ UDFിനെയും കോൺഗ്രസിനെയും പ്രതിസന്ധിയിലാക്കുന്ന ഒരു പ്രചാരണം നടന്നിട്ട് പോലും, തൻ്റെ ഫോട്ടോ വെച്ച് നടന്നിട്ട് പോലും എന്തുകൊണ്ട് വിശദീകരിക്കുന്നില്ല എന്നുള്ളതിനും കൂടി മറുപടി പറയേണ്ടത് ആന്റോ ആന്റണി തന്നെയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം. അടൂർ പ്രകാശിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നല്ല ബന്ധമുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. സോണിയാഗാന്ധിയിലേക്ക് എത്തിയത് ആര് വഴിയാണ് എന്ന ചോദ്യമാണ് ഇനി പ്രധാനമായിട്ടുള്ളത്. നേരത്തെ ശിവൻകുട്ടി ആരോപിച്ചതുപോലെ ആ ഏലസ് ഒരു കാലി ഏലസ് ആയിരുന്നോ? ഇനി അതല്ല, സ്വർണ്ണ ടീമുമായിട്ടാണ് ഇവർക്കെല്ലാം ബന്ധം. ഈ പറയുന്നത് പോലെ ഏതെങ്കിലും രീതിയിൽ സ്വർണ്ണമുള്ള ഒരു ഇതാണോ കെട്ടിക്കൊടുത്തത്, ഏലസ് പോലെയുള്ള എന്തെങ്കിലും ആണോ കയ്യിൽ കെട്ടിക്കൊടുത്തത് എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വരേണ്ടതായുമുണ്ട്. അതിൽ മറുപടി പറയേണ്ടത് ബന്ധപ്പെട്ടവർ തന്നെയാണ്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം ആന്റോ ആന്റണിയിൽ നിന്നുണ്ടായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്.